എല്ലാരും ചൊല്ലണ്. എന്തി വരല് രാത്രി ചായ തന്നെ എനിക്ക് വേണേ കുടിച്ചിട്ട് പോടാ. ഓ എൻ്റെ പൊന്നോ കലിപ്പ്. ചേട്ടാ അവിടെ മേസ്ത്രി ശങ്കരൻ്റെ വീട് ആ വളവിലല്ലായിരുന്നോ? ആ അത് തന്നെയാണ് മേസ്ത്രി ശങ്കരൻ്റെ വീട്. അല്ല താനാരാ? എൻ്റെ പേര് ഷിബു. ഞാൻ ചോദിക്കണതല്ല ഏട്ടാ, ആ വീട് തന്നെയാണോ നേരെ? അത് തന്നെയല്ലേ ഇപ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞ അത് തന്നെയാണോ? പക്ഷെ എന്തീ പറഞ്ഞ ആ വീടല്ലായിരുന്നല്ലോ നീ. എടോ അത് തന്നെയാണ് ശങ്കരൻ്റെ വീട്. എൻ്റെ പൊന്നാർക്കട്ടെ അതെനിക്കറിയാം. ഞാൻ ചോദിച്ചതല്ല, അയാൾ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി എന്നാണ് ഞാൻ ചോദിച്ചത്. ഓ അയാളിപ്പോൾ പണിക്ക് പോയിട്ടുണ്ടാവും. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഏട്ടയെ കൂടെ എനിക്ക് കിട്ടും. ഞാൻ ചോദിച്ചത് അതല്ല ചോദിച്ചത്, അത് അയാളുടെ പഴയ വീട്. ഇപ്പോഴത്തെ വീട് എവിടെയാണെന്നാണ് ചോദിച്ചത്. എടോ ഷിബു, അയാളത് വിറ്റിട്ടില്ല, എങ്ങോട്ടും പോയിട്ടില്ല. അയാളുടെ വീട് അത് തന്നെയാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ. അയാളുടെ പഴയ വീടെന്ന് പറഞ്ഞ ഒരു കുടിലായിരുന്നു. ഇപ്പോൾ കണ്ട വാർക്കപ്പര. ഇതെങ്ങനെ മാറ്റാം, അതാണ് മനസ്സിലാവാത്തത്. അതെന്താ അയാൾക്ക് ടെറസ് വീട് പണിയാൻ പാടില്ലേ? വീട് വെക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്. ഇയാൾ കുറേ കാലം മുമ്പ് എൻ്റെ ഒരു 5000 രൂപ മേടിച്ചു കൊച്ചിനെ സ്കൂളിൽ ചേർക്കാനാന്ന് പറഞ്ഞുകൊണ്ട്. ഇതുവരെ കാശ് തിരിച്ചു തന്നിട്ടില്ല. ഞാനിപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ഇത്രയും വലിയ വീട്, കാശില്ലാത്ത ആൾ ഇത്രയും വലിയ വീട് വെക്കണേ എങ്ങനെയാണ്? അതുകൊണ്ട് ചോദിച്ചു നോക്കും. എടാ താനൊന്നും അറിഞ്ഞില്ലേ, അയാൾക്ക് ലോട്ടറി അടിച്ചു. അയാൾക്ക് ലോട്ടറി അടിച്ചാ? എടോ ഷിബു, അയാൾക്ക് മാത്രമല്ല ഭാരതത്തിലെ എല്ലാ പാവപ്പെട്ടവർക്കും ഒരേപോലെ അടിച്ച ലോട്ടറിയാണ് പ്രധാനമന്ത്രി മോദിജി. സ്വന്തമായി വീടില്ലാത്തവർക്ക് വേണ്ടി 3 ലക്ഷം രൂപയാണ് ഗ്രാമീണ ആവാസ് യോജന വഴി പ്രധാനമന്ത്രി പാവങ്ങൾക്ക് കൊടുക്കുന്നത് വീട് വെക്കാൻ. അതൊരു ലോട്ടറി തന്നെയല്ലേടോ? ഓഹോ ഇതാണ് ഞാൻ വിചാരിച്ചു. ഇപ്പോഴെ കാര്യം മനസ്സിലായ. വേറൊരു കാര്യം മനസ്സിലാക്കണം, പ്രധാനമന്ത്രി വീട് വയ്ക്കാൻ വേണ്ടി മാത്രമല്ല ഈ ലോൺ കൊടുക്കണേ. പാവപ്പെട്ട തൊഴിലാളികൾക്ക് വ്യവസായം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ തുടങ്ങാൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ ലോൺ കൊടുക്കുന്നുണ്ട്. മുദ്രാ ലോണെന്നോ അങ്ങനെ എന്തോ എൻ്റെ പേര്. അപ്പം എൻ്റെ ഭാര്യ വീടിനടുത്ത് ഒരു ചെറിയ സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആ ലോണെല്ലാം എടുത്ത്. അപ്പോൾ അത് വലിയൊരു ഉപകാരമായി. അതുപോലെ തന്നെ എൻ്റെ മോൻ 3 വർഷം മുമ്പ് പ്രധാനമന്ത്രിയുടെ അഗ്നിവീർ എന്ന് പറയുന്ന മറ്റേ പട്ടാളത്തിൽ പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അതിൽ പോയി ചേർന്നു. ഇപ്പോൾ ഈ വർഷം കഴിയുമ്പോഴത്തേക്കും റിട്ടയറായിട്ട് തിരിച്ചു വരും. എത്ര കിട്ടുമെന്ന് അറിയോ? 25 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ അതും കൂടി കിട്ടി കഴിയുമ്പോൾ ഒരു വലിയ പ്ലാൻഡായിട്ട് മാറ്റാനാണ് അവൻ്റെ പ്ലാൻ. തിരിച്ചു വന്നു കഴിയുമ്പോൾ ചെറിയ പ്രായമല്ലേ, ഇപ്പോൾ പോയിട്ട് വന്നാലേ ഉള്ളൂ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ തന്നെയാണ്. മോദിജി ദൈവം പോലെയല്ല, ദൈവം തന്നെയാണ്, പാവങ്ങളുടെ ദൈവം. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്.